ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കണം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആദ്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാലും ആ കാര്യം അള്ളാഹുവിനോട് പരാതി പറയണം. അപ്പോൾ ഏത് ചെറിയ കാര്യത്തിലും അള്ളാഹുവിനോട് പറയണം. ആദ്യമായും അള്ളാഹുവിനോട് പറയണം. നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാവുന്നതൊക്കെ ചികിത്സിച്ച് ഇനി രക്ഷയില്ല പ്രാർത്ഥിച്ചോ എന്ന് ഡോക്ടർ പറയുമ്പോഴാണ് പടച്ചോനിലേക്ക് തിരിയുക. അങ്ങനെയല്ല വേണ്ടത്. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ആദ്യമേ അള്ളാഹുവിനോട് പറയണം. അതിനോടൊപ്പം തന്നെ ചികിത്സ നമ്മൾ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ദിവസം വയറുവേദന ഉണ്ടായി. നല്ല വയറുവേദനയാണ്. അപ്പം അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് ശക്തമായ വയറുവേദനയുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസ, സീനായി മരുഭൂമിയിൽ തൂറ് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തൊരു ചെടിയുണ്ട്. നീ ആ ചെടി കൊണ്ടുവന്ന് അത് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീര് കുടിച്ചാൽ മതി. ഇത് പടച്ചോ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം സീനായി മരുഭൂമി ചെന്ന് തൂറ് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് ആ ചെടി കണ്ടെത്തി. അത് കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീര് കുടിച്ചു. അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറി. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ വയറുവേദന അനുഭവപ്പെട്ടു. അപ്പോൾ മൂസാ നബി ചിന്തിച്ചു, മരുന്ന് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇനി അവിടെ പോയി ആ ചെടി പറിച്ചുകൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞതിന് നീര് കുടിച്ചാൽ മതി എന്ന് മൂസാ നബി തീരുമാനിച്ചു. അതുപോലെ അദ്ദേഹം ചെയ്തു. പക്ഷെ വയറുവേദന മാറിയില്ല. പല പ്രാവശ്യം അദ്ദേഹം ഇത് ചെയ്തു, എന്നിട്ടും വയറുവേദന മാറിയില്ല. അപ്പൊ പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ, അന്ന് വയറുവേദന ആകുമ്പോൾ നിന്നോട് പറഞ്ഞു, നീ മരുന്ന് പറഞ്ഞു തന്നു, ഇന്ന് ഞാൻ ആ മരുന്ന് ചെയ്തിട്ട് രോഗം മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മൂസ, രോഗം മാറില്ല. അന്ന് നിനക്ക് ഞാൻ മരുന്ന് പറഞ്ഞു തന്നതാണ്. അന്ന് നീ എന്നെ ആശ്രയിച്ചു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് മരുന്ന് പറഞ്ഞു. ഇന്ന് നീ തന്നെ മരുന്ന് കണ്ടുപിടിച്ചു, നീ എന്നെ ആശ്രയിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ രോഗം മാറില്ല. ഇനി നീ പോയി ആ മരുന്ന് കഴിച്ചോ, രോഗം മാറുന്നു അല്ലാഹു തആല പറഞ്ഞു. വീണ്ടും മൂസാ അലൈഹി സ്വലാം ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചപ്പോൾ ആ രോഗം മൂസാ അലൈഹി സ്വലാമിനെ സുഖപ്പെടുകയും ചെയ്യും. അപ്പം എന്താണ് പ്രശ്നം? നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുമ്പോഴാണ് പടച്ചോനെ നമ്മളെ സഹായിക്കാൻ ബാധ്യതയുണ്ട്. വസ്തുക്കളെ ആശ്രയിച്ചാൽ, സൃഷ്ടികളെ ആശ്രയിക്കുന്നവനെ സഹായിക്കാൻ അള്ളാഹ്ക്ക് ബാധ്യതയില്ല. അള്ളാഹുവിനെ ആശ്രയിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ കാര്യങ്ങളാണ് അള്ളാഹു തആല നിവർത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് ആണ് ചെരുപ്പിന്റെ ബാറ് കൊണ്ടിയാൽ പോലും അത് നന്നാക്കി തരേണ്ടത് പടച്ചോന്റെ ജോലിയാണ്, പടപ്പുകളുടെ ജോലിയല്ല. അപ്പൊ അള്ളാഹുവിനെ ആശ്രയിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ആ കാര്യങ്ങൾക്ക് ചെയ്യേണ്ട ഭൗതികമായ ഇടപെടലുകൾ നമ്മൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യം നടത്തി കിട്ടുകയും അതിൽ സംതൃപ്തി നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുക. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. പടച്ചാപ്പുരാൻ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നടത്തി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക